കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായി ശ്രദ്ധ നേടുകയാണ് പെൺചിരാത് എന്ന ഏകാംഗ നാടകം. ബെനോ ആയില്യം രചിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ചമ്പക്കുളമാണ്. തഴവ ആദിത്യവിലാസം ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികളാണ് നടീനടന്മാർ. അമ്പലപ്പുഴയിലെ അഖില കേരള ഏകാംഗ നാടക മത്സരത്തിൽ അവതരിപ്പിച്ച നാടകം നിറഞ്ഞ കയ്യടി നേടി. കരുനാഗപ്പള്ളി സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും കൊല്ലം ജില്ലാ കലോത്സവത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ശേഷമാണ് പെൺചിരാത് എന്ന നാടകം അമ്പലപ്പുഴയിലേക്ക് എത്തുന്നത്. മികച്ച നാടകത്തിനും മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സബ് ജില്ലയിൽ ലഭിച്ചു. ജില്ലാതലത്തിൽ എ ഗ്രേഡും കല്യാണിയായി അഭിനയിച്ച കൊച്ചുമിടുക്കി തീർത്ഥ ബിജുവിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. സ്കൂൾ നാടകമെന്ന് ചെറുതായി കാണേണ്ടെന്നും സമൂഹത്തിലേക്ക് ചില സന്ദേശങ്ങൾ പകർന്നു നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കുട്ടികൾ പറയുന്നു. സമകാലിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, അതിനെ ഒരു മത്സരമെന്നതിലുപരി സമൂഹത്തിലേക്ക് എത്തിക്കുക, ആ ഒരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ സ്കൂൾ നാടകമാണ് സംഭവം എങ്കിലും ആ ഒരു ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയതാണ്. സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തുടങ്ങിയതാ ഒരു 6 മാസത്തോളം. തിയേറ്റർ സങ്കേതവും സർ റിയലിസവും ചേർന്ന അവതരണ രീതിയാണ് പെൺചിരാത് എന്ന നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുന്നതെന്ന് രചയിതാവ് ബെനോ ആയില്യം വ്യക്തമാക്കി. നിലവിലെ സ്കൂൾ നാടകങ്ങളുടെ പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു പാറ്റേണാണ് ഞങ്ങളിവിടെ ഈ തഴവ ആദിത്യവിലാസം സ്കൂളിന് വേണ്ടി ഞങ്ങൾ അവലംബിച്ചത്. കാര്യം സറിയലിസം എന്ന് പറയുന്ന ഒരു തിയേറ്ററിക്കൽ മൂഡും അതുപോലെ തന്നെ നമ്മുടെ ലൈഫും കൂടി ചേർന്നുള്ള ഒരു രചനാരീതിയും സംവിധാന ശൈലിയുമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകം പല സ്ഥലങ്ങളിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് കൂടുതലും ബുദ്ധിജീവി നാടകക്കാരെന്ന് സ്വയം മേനി നടിക്കുന്ന ചില നാടകക്കാർ ഇതിനെ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈ നാടകത്തെ ആക്ഷേപിക്കുന്ന സമീപനം നമ്മൾ ജില്ലയിൽ നാടകം അവതരിപ്പിച്ച ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ബോധപൂർവമായ ഒരു ചവിട്ട് ഞങ്ങളുടെ ഈ നാടകത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം ഇത് നൽകുന്ന മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ കുട്ടികൾ ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കാൻ തയ്യാറായത്. കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിൻ്റെ എല്ലാ തീക്ഷ്ണതയോടെയും രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടക നടൻ കൂടിയായ ഗിരീഷ് ചമ്പക്കുളത്തിൻ്റെ സംവിധാന മികവ് നാടകത്തിൻ്റെ ആദ്യാവസാനം പ്രകടമാണ്. അഭിനേതാക്കൾ കുട്ടികളാണെന്ന ചിന്ത തുടക്കത്തിലെ തന്നെ പ്രേക്ഷകന് നഷ്ടപ്പെടും. ഇന്ന് ഈ നാടകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ അവരോട് എന്തു പറഞ്ഞു കൊടുക്കുന്നോ അതിൽ 100 ഇരട്ടി നമുക്ക് തിരിച്ചു തരികയായിരുന്നു തഴവ ആദിത്യവിലാസം സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ഇത് ബെനോ ആയില്യത്തിൻ്റെ ശക്തമായ ഒരു രചന. ഇന്ന് സമൂഹം നേരിടുന്ന, കുഞ്ഞുങ്ങൾ നേരിടുന്ന ഭീകരമായ ഒരു അവസ്ഥയെ രചനാതലത്തിലൂടെ നാടകം സൃഷ്ടിക്കുകയായിരുന്നു. അത് ചിട്ടപ്പെടുത്തുക എന്ന ചുമതല മാത്രമായിരുന്നു എനിക്ക്. ഇതിന് ഊർജവും ശക്തിയൊക്കെ തന്നത് അവിടുത്തെ PTA കമ്മിറ്റി അംഗങ്ങളും അവിടുത്തെ ടീച്ചേഴ്സുമാണ്. അപ്പം നാടകം എപ്പോഴും നാടിനകമാണ് എന്ന് ചിന്തിക്കുന്നതാണ്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അത് സ്പർശിച്ചുകൊണ്ട് അതിഗംഭീരമായി അരങ്ങിൽ പകർന്നാടുകയാണ് നാടകമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർത്ഥ ബിജു, ആദിത്യൻ, അഭിനവ് ബാബു, ബോബിൻ B ജോർജ്, ശ്രീകേഷ്, ഹിമ S കുമാർ, വൈഗ എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ നാടകങ്ങളുടെ പതിവ് ശൈലിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിനാൽ കേരളത്തിലെ വിവിധ വേദികളിലേക്ക് നാടക സംഘത്തെ ക്ഷണിക്കുന്നുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് ബിജു വയലിൽ, അധ്യാപകർ തുടങ്ങി നിരവധി പേരുടെ പിന്തുണയുമായാണ് സംഘത്തിൻ്റെ ജൈത്രയാത്ര.